വിശ്വാസാചാരങ്ങൾക്കും വർണ്ണ താള സംഗീത ലയങ്ങൾക്കും കാഴ്ചയുടെ അതിരുകളില്ലാത്ത വിഹായസിനുമപ്പുറത്ത് ഈ രീതിയിൽ അവിടെ എത്തുന്ന ഓരോരുത്തരും പൂരമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം. അതാണ് തൃശ്ശൂർ പൂരത്തെ വേറിട്ടതാക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ചടങ്ങുകൾ, അതിന് എത്ര ആവർത്തനമുണ്ടായാലും അതിൽ ഒരു വിരസതയും തോന്നില്ല എന്ന് ഓരോ പൂരപ്രേമിയും പറയുന്നത് അതിൻ്റെ പ്രൗഢി കൊണ്ടാണ്, അവിടുത്തെ ആ ചടങ്ങുകളുടെ പ്രത്യേകതകൾ കൊണ്ടാണെന്ന് ഒരു സംശയമില്ലാതെ പറയും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഏറ്റവും പ്രസിദ്ധമായതാണ് ഈ ചടങ്ങുകൾ. തെക്കോട്ടിറക്കം. ഓരോ പൂരങ്ങളും അത് തെക്കോട്ടിറങ്ങി അത് ഈ ഘടകപൂരങ്ങൾ പുറത്തേക്ക് വരുന്ന കാഴ്ച, അതിൽ ഈ രീതിയിലുള്ള ഒരു സമയം, അതാണ് ഇത് കൃത്യമായ സമയം അല്ലെങ്കിൽ കൂടി ഇലഞ്ഞിത്തറ മേളം കഴിയുന്നതോടുകൂടി തന്നെ നടക്കേണ്ടതാണ്, പിന്നാലെ നടക്കേണ്ടതാണ് ഈ തെക്കോട്ടിറക്കം. അത് ഇപ്പോൾ അവിടെ തുടങ്ങിയിരിക്കുന്നു. ഇനിയാണ് കുടമാറ്റത്തിൻ്റെ സമയം ആവുന്നത്. ഇപ്പോൾ നേരത്തെ പാറമേക്കാവ് ദേവസ്വം അധികൃതർ അറിയിച്ചതുപോലെ ഒരു 15 കുടയെങ്കിലും കാണിക്കും ഇരു കൂട്ടരും എന്നാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ 15 കുടകൾ എന്ന രീതിയിലായിരിക്കാം എന്ന് തോന്നുന്നു. എന്നാലും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ശ്രീകുമാരൻ അവിടെ നിന്നും പൂരനഗരിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ശ്രീത്ത്, ഇനിയിപ്പോൾ കുടമാറ്റം, അതിന് മുന്നോടിയായുള്ള തെക്കോട്ടിറക്കം അത് നടക്കുന്നു. ഇതൊക്കെ വർഷാവർഷം കാണുന്നതാണെങ്കിൽ കൂടി തന്നെ അതിൻ്റെ കൗതുകം, ആ കാഴ്ചയുടെ സുഖം, അതൊന്നും പൂരപ്രേമികൾക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ കഴിയുന്നതല്ല. എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഓരോ ആനയും പുറത്തേക്ക് വരുമ്പോൾ അവർ ആരവം വിളിക്കുന്നുണ്ട്. അവരെ പ്രിയപ്പെട്ട ആനകളൊക്കെ കാണുമ്പോൾ അവർ ആരവം വിളിക്കുന്നുണ്ട്. അങ്ങനെ തെക്കോട്ടിറക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് പാറമേക്കാവിന്റെ തിടമ്പേറ്റി ഗജരാജൻ തൃക്കടവൂർ ശിവരാജുവാണ്. തെക്കോട്ടിറക്കത്തിൽ ആദ്യം വന്നിരിക്കുന്നത് നിവർത്തി തങ്ങൾ ഒരു പോരിന് തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു മത്സരത്തിന് തയ്യാറാണെന്നൊരു പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് പാറമേക്കാവ് കുടമാറ്റത്തിൽ എത്തിയിരിക്കുന്നത്. നിറഞ്ഞ പുരുഷാരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്ര നേരം നല്ല കനത്ത ചൂടായിരുന്നു. ഇപ്പോൾ ആ ചൂടിന് തെല്ലൊരു ശമനം. അതുകൊണ്ട് തന്നെ നിറയെ ആളുകൾ ഈ സാധാരണ പൂരത്തിനെത്തുന്ന അത്ര തന്നെ ആളുകൾ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പൂരനഗരിയിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നിസ്സംശയം പറയാം. കനത്ത ചൂടായിരുന്നു രാവിലെ മുതൽ. പക്ഷേ ആ പ്രദേശത്തൊക്കെ ആ സമയങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. എന്തേ തൃശ്ശൂർ പൂരം ഇങ്ങനെ ആളുകളില്ലാതെ എന്ന് നമ്മൾ പോലും ശങ്കിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നിലവിലുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ ഓരോ മേഖലയിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. അവർക്ക് കാണാനുള്ള ചടങ്ങുകൾക്കൊക്കെ അവർ കൃത്യമായി തന്നെ എത്തിയിരുന്നു. മഠത്തിൽ വരവിന് പഞ്ചവാദ്യം കേൾക്കാൻ കൃത്യമായി കോങ്ങാട് മധുവിൻ്റെ പ്രാമാണ്യത്തിൽ നടന്ന പഞ്ചവാദ്യം കേൾക്കാൻ ആളുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.